നമസ്കാരം. ഷേർലീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ സുഖമല്ലേ എല്ലാവർക്കും? ക്രിസ്മസ് ആഘോഷമൊക്കെ ഇവിടം വരെയായി. നല്ല രീതിയിലുള്ള ആഘോഷമൊക്കെ വേണമെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാകണം. കേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിനൊരു ഗുമ്മുണ്ടാകുകയുള്ളു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തായിരുന്നു, പ്ലം കേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കാണും, അതൊക്കെ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഓരോന്ന് പൊട്ടിച്ച് നമുക്ക് അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കാം. ഇനി മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ നോക്കണം. മുട്ടയുടെ വെള്ളയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അര ടീസ്പൂണ് നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. ശകലം ഉപ്പും കൂടി ചേർത്ത് ഇനി ഒന്നുകൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു കപ്പ് പഞ്ചസാരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ചേർത്ത് മുട്ടയുടെ കൂട്ടത്തിൽ ചേർക്കാം. മുട്ടയും പഞ്ചസാരയും കൂടിയാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദാപ്പൊടി നല്ലോണം അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ നല്ലോണം അതിൻ്റെ ഫ്ലഫിങ് പോകാത്ത രീതി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം തീരും. ഞാനൊരു കേക്ക് ടിന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ബട്ടർ പേപ്പർ ഇട്ട് ഓയിലൊക്കെ ഇട്ട് തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇനി നമ്മുടെ കേക്കിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കാം. എയർ ബൗൾസൊക്കെ പോകാനായിട്ട് ഞാനിതൊന്ന് തട്ടി കൊടുക്കുകയാണ്. ഒരു സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായിരിക്കണം. ഞാൻ അതിലേക്കൊരു വളയം ഒരു റിങ് എടുത്ത് വെച്ച് ചൂടായിരിക്കണതാണ്. ഞാൻ കേക്ക് ടിന്നും കൂടി ഇറക്കി വെക്കുകയാണ്. ടിന്ന് മൂടി വെക്കുകയാണ്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് മുറിച്ച് ഒന്ന് ക്രീം തേക്കത്തക്ക രീതിയിലെല്ലാം സെറ്റാക്കി വെക്കട്ടെ.
കേക്ക് മുറിച്ച് 2 ലെയറായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ക്രീം തേച്ച് കൊടുക്കാൻ വേണം. ഓറഞ്ച് കളറിലെ ക്രീം തേച്ച് കൊടുക്കാൻ വേണം. എൻ്റെ മകനാണ് ഇത് ക്രീം തേച്ച് കൊടുക്കുന്നത്. നല്ലൊരു ഡിസൈനൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് മോൻ തന്നെ ചെയ്യണത്. ചോക്ലേറ്റിനകത്ത് കളർ ചേർത്ത് ഉണ്ടാക്കിയ ക്രീമാണിത്. നല്ല ടേസ്റ്റ്, നല്ല രുചിയൊക്കെയാണ് ഇത് കഴിക്കാനായിട്ട്. ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കേക്കാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു ഡിസൈൻ ചെയ്ത് നോക്ക്. ഇപ്പം ബ്രൗൺ ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കഴിഞ്ഞ് ഓറഞ്ച് ചോക്ലേറ്റ് വെച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തതാണ്. അപ്പം അത് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നമുക്ക്. കേക്കിന് ക്രീമൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി നല്ല കളറൊക്കെ ആക്കി മകൻ തന്നിട്ടുണ്ട്. അപ്പം ഇനി ഈ കേക്കിന് ഒരു പൊട്ട് കുത്തി കൊടുക്കാൻ ഞാനൊരു ഈന്തപ്പഴത്തിൻ്റെ ഒരു പീസ് എടുത്ത് ഒന്ന് നടുക്കൊന്ന് വെച്ച് നല്ല എന്തായിട്ട് കൊടുക്കാം. അപ്പം ഇനി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഞാനൊരു ബോക്സൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോക്സിലേക്ക് ഇത് ആക്കി വെക്കുകയാണ്. ഇത് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോയിൽ നിറസാന്നിധ്യമായ ദേവുവിനാണ് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ദേവുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ പിടിച്ചപ്പോൾ കുറച്ച് സൗണ്ട് കട്ടായി പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും സൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ദേവുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ദേവുവിന് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ്. അപ്പം ദേവുവിനൊരു ക്രിസ്മസ് കേക്ക് കൊടുക്കുകയാണ്. കുട്ടികളെ സന്തോഷിപ്പിക്കാനല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അടുത്തത് നമ്മുടെ കുട്ടൂസനുണ്ട്. അപ്പോൾ കുട്ടൂസന് ഞാനൊരു പ്ലം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടൂസന് പ്ലം കേക്ക് കൊടുത്ത് അപ്പോൾ ഷേർലീസ് കിച്ചൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷം നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കേക്ക് എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. കുട്ടിപ്പട്ടാളത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരുന്നതാണ്. ഇനിയും ഗിഫ്റ്റാണ്, ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ടാറ്റാ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു കേക്കായിട്ട് ഒന്ന് കട്ട് ചെയ്യും. നമസ്കാരം, ഷേർലീസ് കിച്ചണിലേക്ക് സ്വാഗതം. എനിക്ക്